ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു നല്ല ഹൊറർ ആൻഡ് ത്രില്ലർ ആശയമുള്ള സിനിമയായ തന്ത്രയുടെ കഥ വിശദീകരിക്കാൻ പോകുന്നു. സിനിമയുടെ തുടക്കത്തിൽ അർദ്ധരാത്രിയിൽ ഗ്രാമത്തിലെ ഒരാൾ ടോയ്ലറ്റിൽ പോകാനായി ഗ്രാമത്തിന്റെ അറ്റത്തുള്ള വനപ്രദേശത്തേക്ക് പോകുന്നു. അപ്പോൾ അയാൾക്ക് വിചിത്രമായ ചില ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങുകയും അയാൾക്ക് ഭയം തോന്നുകയും ചെയ്യുന്നു. അപ്പോഴാണ് തലയിൽ നിന്ന് രക്തമിറ്റി ഒരു കറുത്ത കോടി താഴെ വീഴുന്നത് അയാൾ കാണുന്നത്. ഭയത്തോടെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു മരത്തിൽ ഒരു പെൺകുട്ടി ജീവനുള്ള കറുത്ത കോഴിയുടെ കഴുത്ത് കടിച്ച് രക്തം കുടിക്കുന്നത് കാണുന്നു. ഇത് കണ്ട അയാൾ ഭയന്ന് ഗ്രാമത്തിലേക്ക് ഓടിപ്പോകുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ ഒന്നാം ഭാഗമായ രക്തദാഹം തുടങ്ങുന്നു. നമ്മുടെ സിനിമയിലെ പ്രധാന കഥാപാത്രമായ അനന്യ രേഖയെ കാണിക്കുന്നു. അവളുടെ മുത്തശ്ശി രേഖയോട് അച്ഛന് ചൂടുവെള്ളം നിറച്ച് ബക്കറ്റ് ബാത്റൂമിൽ വെക്കാൻ പറയുന്നു. രേഖ ബക്കറ്റുമായി ബാത്റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ ബാത്റൂമിൽ ഒരു പെൺകുട്ടി മുടി അഴിച്ചിട്ടിരിക്കുന്നത് കണ്ട് രേഖ ഞെട്ടിപ്പോകുന്നു. അവൾ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. അപ്പോൾ അവളുടെ മുത്തശ്ശി വന്ന് അവിടെ എന്താണെന്ന് ചോദിച്ച് കോളേജിൽ പോകാൻ തയ്യാറാകാൻ പറയുന്നു. ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. രേഖയ്ക്ക് മാത്രമാണ് ഇത്തരം ഭയാനകമായ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നതെന്ന്. രേഖയ്ക്ക് അമ്മയില്ല. രേഖ ജനിച്ചയുടനെ അമ്മ മരിച്ചു പോയതിനാൽ രേഖ കാരണമാണ് തന്റെ ഭാര്യ മരിച്ചതെന്ന് അച്ഛൻ വിശ്വസിക്കുന്നു. അതിനാൽ അച്ഛന് രേഖയെ ഇഷ്ടമല്ല. അടുത്ത സീനിൽ രേഖ തന്റെ സുഹൃത്തുക്കളായ സരസ്വതി, വാസു, തേജ എന്നിവരോടൊപ്പം കോളേജിലേക്ക് പോകുന്നു. ഇവിടെയാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്. രേഖയും തേജയും പരസ്പരം ഇഷ്ടത്തിലാണെന്ന്. അവർ കോളേജിലേക്ക് പോകുമ്പോൾ സംസാരിക്കുന്നു. അന്ന് വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് 4 പേരും വീടുകളിലേക്ക് മടങ്ങുന്നു. എന്നാൽ തേജയും വാസുവും അതേ ഗ്രാമത്തിലെ സീതാറാം ബാബയെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. തേജയും വാസുവും സീതാറാമുമായി സംസാരിക്കുമ്പോൾ തേജ നെഗറ്റീവ് എനർജിയെ കുറിച്ച് ചോദിക്കുന്നു. അതിന് സീതാറാം അവിടെയുള്ള ശക്തി രഹസ്യങ്ങൾ എന്ന പുസ്തകം എടുത്ത് അതിലെ 12ാം പേജിൽ എഴുതിയിരിക്കുന്നത് വായിക്കാൻ പറയുന്നു. തേജ വായിക്കുന്നു. പസഫിക് സമുദ്രത്തിലെ സോളമൻ ദ്വീപുകളിൽ ചില ഗോത്രക്കാർ വലിയ മരങ്ങൾ മുറിക്കാൻ കോടാലി ഉപയോഗിക്കാറില്ല. ആ ഗോത്രക്കാർ എല്ലാവരും ആ വലിയ മരത്തിന് ചുറ്റും നിന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ആ മരത്തെ ശകാരിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ആ മരം താനെ നിലം പതിക്കുന്നു. അടുത്ത ഭാഗം വായിക്കുന്നു. ക്യാൻസർ ചികിത്സയിൽ ഗൈഡഡ് ഇമേജറി എന്നൊരു ടെക്നിക് ഉണ്ട്. ശരീരത്തിലെ ട്യൂമറുകളെ പിരാന മത്സ്യങ്ങൾ തിന്നുന്നത് പോലെ സങ്കല്പിക്കാൻ രോഗികളോട് പറയുന്നു. അതോടെ ഇവരുടെ ഭയം ഇല്ലാതാകുന്നു. ഇത് കേട്ട് സീതാറാം തേജയോട് പറയുന്നു, ആദ്യത്തേതിൽ മരം വീഴ്ത്തിയത് നെഗറ്റീവ് എനർജിയാണ്, രണ്ടാമത്തേതിൽ പ്രവർത്തിച്ചത് പോസിറ്റീവ് എനർജിയാണ്. അതായത് നമ്മുടെ ചിന്താശക്തിയെ അതിന് ചേർന്ന മന്ത്രം കൊണ്ട് പ്രേരിപ്പിച്ച് യന്ത്രം കൊണ്ട് കേന്ദ്രീകരിച്ച് തന്ത്രം കൊണ്ട് സിദ്ധി നേടുന്നു. ഇതെല്ലാം കേട്ട വാസു ചോദിക്കുന്നു, ബാബ, ഈ താന്ത്രിക പൂജകൾ സത്യമാണോ? അതിന് സീതാറാം പറയുന്നു, രാമായണത്തിൽ രാവണന്റെ മകൻ ഇന്ദ്രജിത്ത് വികുംബല ദേവിക്ക് പൂജ ചെയ്യുമ്പോൾ ലക്ഷ്മണൻ വാനര സൈന്യവുമായി വന്ന് ആ പൂജ തടസ്സപ്പെടുത്തുന്നു. കാരണം ആ പൂജ പൂർത്തിയായാൽ ഇന്ദ്രജിത്തിനെ രാമന് പോലും തോൽപ്പിക്കാൻ കഴിയില്ല. പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. വികുംബല ദേവി ഒരു ക്ഷുദ്ര ദേവതയാണ്. ഇന്ദ്രജിത്ത് ചെയ്യുന്നത് ഒരു ക്ഷുദ്ര പൂജയാണ്. അങ്ങനെ ക്ഷുദ്ര പൂജകളെ കുറിച്ച് കൂടുതൽ ഉദാഹരണങ്ങൾ പറയുന്നു. ഇതെല്ലാം കേട്ട വാസു ചോദിക്കുന്നു, ബാബ, നിങ്ങൾ ക്ഷുദ്ര പൂജകൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ? അതിന് സീതാറാം ചിരിച്ചുകൊണ്ട് ഒന്നുമില്ലെന്ന് പറയുന്നു. അന്ന് രാത്രി രേഖ തന്റെ മുറിയിൽ ഉറങ്ങുമ്പോൾ അർദ്ധരാത്രിയിൽ ആരോ മുറിയിലുള്ളതായി തോന്നി ഭയന്ന് പുതപ്പ് കൊണ്ട് മൂടിക്കിടക്കുന്നു. അപ്പോൾ ചില കൈകൾ തന്റെ മേൽ വരുന്നത് പോലെ കാണുന്നു. അതോടെ രേഖ പെട്ടെന്ന് എഴുന്നേറ്റ് വീടിന് പുറത്തേക്ക് നടന്നു പോകുന്നു. ഇത് കണ്ട അവളുടെ മുത്തശ്ശി രേഖയുടെ അച്ഛനോട് പറയുന്നു. രേഖ ഉറക്കത്തിൽ നടന്നു പോകുന്നു. അതിന് രേഖയുടെ അച്ഛൻ പറയുന്നു, അവൾക്കിപ്പോഴും ഉറക്കത്തിൽ നടക്കുന്ന ശീലം മാറിയിട്ടില്ല. അവൾ തനിയെ തിരിച്ചു വരും, നിങ്ങൾ പോയി കിടന്നു. അടുത്ത ദിവസം രാവിലെ രേഖ അതേ ഗ്രാമത്തിലെ ഒരു ബാബയുടെ അടുത്ത് പോയി പറയുന്നു, ഇടക്കാലത്തായി രാത്രിയാകുമ്പോൾ ഭയമാണ് ബാബ. അതിന് ബാബ പറയുന്നു, ഭയപ്പെടാൻ ഒന്നുമില്ല മോളെ, എല്ലാം നല്ലതേ വരും. ഞാൻ അടുത്തയാഴ്ച തീർത്ഥയാത്രയ്ക്ക് പോകുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് നിനക്കൊരു രക്ഷ കെട്ടിത്തരാം. അപ്പോൾ നിനക്ക് ഭയമൊന്നും ഉണ്ടാകില്ല. അടുത്ത ദിവസം രാവിലെ തേജ, രേഖ, വാസു, സരസ്വതി എന്നിവർ കോളേജിലേക്ക് പോകുമ്പോൾ അതേ ഗ്രാമത്തിലെ ഒരാൾ തേജയോട് പറയുന്നു, ഞങ്ങളുടെ തെരുവിലെ ഡ്രെയിനേജ് കേടായി, വന്ന് വൃത്തിയാക്കൂ എന്ന്. അതിന് തേജ പറയുന്നു, ഇപ്പോ കോളേജിൽ പോകാനുള്ള സമയമായി, വൈകുന്നേരം വന്ന് ചെയ്യാമെന്ന്. ഇത് കേട്ട് അയാൾ പറയുന്നു, നിനക്ക് ഇത്ര അഹങ്കാരമോ? ഒരു വേശ്യയുടെ മകനായ നീയാണോ എന്നോട് മറുപടി പറയുന്നത്? പണ്ട് നിന്റെ അമ്മ ഗ്രാമത്തിലുള്ളവരെ എല്ലാം സുഖിപ്പിച്ചു. നീയും 4 പെണ്ണുങ്ങളെ വെച്ച് ബിസിനസ് ചെയ്തോ? നിനക്കെന്തിനാ പഠിപ്പ് എന്ന് പറഞ്ഞ് മോശമായി സംസാരിക്കുന്നു. അതോടെ തേജയും രേഖയും വളരെ വിഷമിക്കുന്നു. രേഖ തേജയെ ആശ്വസിപ്പിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ഗ്രാമത്തിൽ ഉത്സവമായതിനാൽ ഗ്രാമവാസികളെല്ലാം അങ്ങോട്ട് പോകുന്നു. വീട്ടിൽ രേഖ തനിച്ചായതിനാൽ തേജ രേഖയുടെ വീട്ടിൽ വരുന്നു. ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ എല്ലാ മാസവും വന്നാൽ നന്നായിരുന്നു.
അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും സന്തോഷമായി സംസാരിക്കാം, ആരും തടസ്സമുണ്ടാകില്ല എന്ന് പറയുന്നു. അങ്ങനെ രേഖയും തേജയും ആ ദിവസം മുഴുവൻ സന്തോഷത്തോടെ ഒരുമിച്ച് ചിലവഴിക്കുന്നു. അന്ന് രാത്രി തേജ രേഖയെ വീട്ടിൽ കൊണ്ടുവിട്ടു പോകുന്നു. രേഖ തന്റെ മുറിയിൽ ഉറങ്ങുമ്പോൾ അർദ്ധരാത്രിയിൽ ഭയാനകമായ ഒരു ശബ്ദത്തിൽ രേഖ എനിക്ക് രക്തം വേണം എന്ന് വീണ്ടും വീണ്ടും കേൾക്കുന്നു. അതോടെ രേഖ ഞെട്ടി ഉണർന്ന് ആരോ ഹിപ്നോട്ടൈസ് ചെയ്തതുപോലെ ജനലിനരികിലേക്ക് പോയി തന്റെ കാലിൽ കത്തി കൊണ്ട് മുറിവുണ്ടാക്കി രക്തം ഒരു ഗ്ലാസ്സിൽ പിടിച്ച് ജനലിനരികിൽ വെച്ച് തിരികെ വന്ന് കിടക്കുന്നു. ഇവിടെയാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്. അതായത് രേഖയുടെ കാലിൽ ഒരുപാട് മുറിവിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. അതായത് രേഖ ഇതിനകം പലതവണ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ്. അടുത്ത ദിവസം രാവിലെ രേഖ ഉണർന്ന് ജനലിനരികിലെ ഗ്ലാസ് നോക്കുമ്പോൾ അതിൽ രക്തമില്ലാത്തത് കണ്ട് ഞെട്ടുന്നു. പിന്നീട് രേഖ ബാബയുടെ അടുത്ത് പോയി രക്ഷ കെട്ടുന്നു. ബാബ പറയുന്നു, ഇനി നിന്നെ ഒരു ദുഷ്ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. മറ്റൊരു വശത്ത് തേജ സീതാറാമിന്റെ അടുത്ത് ചെല്ലുമ്പോൾ സീതാറാം തേജയോട് പറയുന്നു, പൂനെ മൃഗശാലയിൽ ആഴ്ചയിൽ ഒരിക്കൽ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ വിൽക്കാറുണ്ട്. അതിൽ 2 സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ തിക്കിത്തിരക്കും. അതെന്താണെന്ന് അറിയാമോ? 1 സിംഹമൂത്രം, 2 കാട്ടുപന്നിയുടെ രോമം. കാരണം അവ ക്ഷുദ്രപൂജകളിൽ കൂടുതലായി ഉപയോഗിക്കുന്നു. ഇത് കേട്ട് തേജ ഞെട്ടിപ്പോയി ചോദിക്കുന്നു, മാമ നിങ്ങൾക്ക് ഈ പൂജകളെ കുറിച്ചെല്ലാം അറിയാമല്ലോ, നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇത്? അതിന് സീതാറാം പറയുന്നു, അറിഞ്ഞും അറിയാതെയും ചെറുപ്പത്തിൽ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടി ഇനി മേലാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയാൻ പറഞ്ഞിരുന്നു. എനിക്ക് അന്ന് 7 വയസ്സുള്ളപ്പോൾ ആയിരുന്നു ഇതെല്ലാം. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് എന്നെ ഈ അമ്പലത്തിൽ അനാഥനായി ഉപേക്ഷിച്ചു പോയി. കഴിക്കാൻ പോലും ആഹാരമില്ലായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി എന്നെ കണ്ട് എന്റെ വിഷമം മനസ്സിലാക്കി അന്നു മുതൽ എല്ലാ ദിവസവും എനിക്ക് കഴിക്കാൻ പ്രസാദം തരുമായിരുന്നു. അവളാണ് എന്നെ സ്കൂളിൽ പോകാൻ പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് അവളോട് പറഞ്ഞറിയിക്കാനാവാത്ത ഇഷ്ടവും സ്നേഹവും ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അവൾക്ക് മുന്നിൽ ഞാൻ വലിയവനാകണമെന്ന് ആഗ്രഹിച്ചു. ആ സമയത്താണ് എനിക്ക് താന്ത്രിക ശാസ്ത്രത്തിൽ താല്പര്യം വന്നത്. അതിന് തേജ ചോദിക്കുന്നു, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത ക്ഷുദ്രപൂജ ഏതാണ് മാമ? അതിന് സീതാറാം പറയുന്നു, അതിന്റെ പേര് ശവസാധന. ശക്തി നേടാൻ മന്ത്രവാദികൾ ചെയ്യുന്ന സാധനകളിൽ ഏറ്റവും കഠിനമായത് ഇതാണ്. ഈ സാധനയ്ക്കായി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്ത് അപ്പോൾ തന്നെ മരിച്ച ശവം നടുവിൽ കിടത്തി ശവത്തിന് മുകളിൽ നഗ്നനായിരുന്ന് മന്ത്രങ്ങൾ ജപിക്കണം. അങ്ങനെ നമ്മുടെ പൂജയിൽ സംതൃപ്തയായാൽ ആ ശക്തി മൃഗരൂപത്തിലോ ദേവതാരൂപത്തിലോ വരും. വന്നതിന് മാംസവും മദ്യവും നൽകി പ്രസാദിപ്പിക്കണം. അതിന് തേജ ചോദിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് ശക്തികൾ കിട്ടിയോ? അതിന് സീതാറാം പറയുന്നു, ശവസാധന ചെയ്യുമ്പോൾ നല്ല ധൈര്യം വേണം. കാരണം സാധനയുടെ മധ്യത്തിൽ നമ്മൾ ഇരിക്കുന്ന ശവം പെട്ടെന്ന് എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. ഈ സാധനയിൽ ഒരുപാട് പേർ അപ്പോൾ തന്നെ ഹൃദയം നിലച്ച് മരിക്കും. അതിനെ അതിജീവിച്ച് നിൽക്കുന്നവന് ശക്തികൾ കിട്ടും. എനിക്കും അതുപോലെ സംഭവിച്ചു. അതോടെ ഞാൻ ബോധം കെട്ടു വീണു. സുഖം പ്രാപിക്കാൻ ഒരുപാട് ദിവസം എടുത്തു. സീൻ കട്ട് ചെയ്യുമ്പോൾ 2ാം ഭാഗമായ പാതാള കുട്ടി തുടങ്ങുന്നു. ഒരു ദിവസം കോളേജിൽ പോയ തേജ, രേഖ, വാസു എന്നിവർ കോളേജ് കഴിഞ്ഞ് സരസ്വതിക്കായി പുറത്ത് കാത്തു നിൽക്കുന്നു. കുറച്ചു കഴിഞ്ഞ് സരസ്വതി അവരുടെ അടുത്തേക്ക് വരുന്നു. എന്നാൽ രേഖയ്ക്ക് സരസ്വതിയുടെ പിന്നിൽ ഒരു ഭയാനകമായ രൂപം കാണുന്നു. അവൾക്ക് ഭയം തോന്നുന്നു. പിന്നീട് രേഖ തേജയോട് പറയുന്നു, ഇന്ന് സരസ്വതിയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റം തോന്നിയെന്ന്. ബാബയെ കണ്ട് ഇതേ കാര്യം പറഞ്ഞപ്പോൾ സരസ്വതിയുടെ മേൽ ഒരു പരീക്ഷണം നടത്താൻ പറയുന്നു. അപ്പോൾ സത്യം എന്താണെന്ന് അറിയാമെന്ന് പറഞ്ഞു. അതുപോലെ സരസ്വതിയുടെ വീട്ടിൽ പോയി സരസ്വതിയുടെ മേൽ പ്രയോഗം ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് സരസ്വതിയുടെ മേൽ ആരോ ക്ഷുദ്രപ്രയോഗം ചെയ്തിട്ടുണ്ടെന്ന്. ബാബ അതിന്റെ പ്രതിവിധിയും എന്നോട് പറഞ്ഞു. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഈ കാര്യം സരസ്വതിയുടെ വീട്ടിൽ നീ പറയണം. ഇതെല്ലാം കേട്ട തേജ സരസ്വതിയുടെ വീട്ടിൽ പോയി അവളുടെ അമ്മയോടും സഹോദരനോടും പറയുന്നു. സരസ്വതിയുടെ മേൽ പാതാളക്കുട്ടി എന്ന ക്ഷുദ്രപ്രയോഗം ചെയ്തിട്ടുണ്ടെന്ന് ബാബ സംശയിക്കുന്നു. ഇന്ന് മുതൽ 12ാം ദിവസം വരെ സരസ്വതിയുടെ ആരോഗ്യം ക്ഷയിക്കുകയും 12ാം ദിവസം മുതൽ 16ാം ദിവസം വരെ അവൾ എല്ലാ രാത്രിയും ശ്മശാനത്തിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ പോയാൽ അവളുടെ മേൽ നടന്നത് പാതാളക്കുട്ടിയാണെന്ന് ഉറപ്പിക്കാം. 16ാം ദിവസം രാത്രി അവളുടെ മേൽ പാതാളക്കുട്ടി പ്രയോഗിച്ച താന്ത്രികൻ ശ്മശാനത്തിൽ വന്ന് പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്ത് സരസ്വതിക്ക് രക്തം കലർത്തിയ ഉരുള വായിൽ വെക്കും. ആ ഉരുള സരസ്വതിയുടെ ചുണ്ടിൽ തട്ടുന്നതിന് മുൻപ് ആ താന്ത്രികന്റെ തല വെട്ടണം. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ സരസ്വതിയെ നമുക്ക് കിട്ടില്ല. എന്നാൽ ഇതെല്ലാം കേട്ട സരസ്വതിയുടെ സഹോദരൻ അവരുടെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ 11ാം ദിവസം ആയപ്പോഴേക്കും സരസ്വതിയുടെ ആരോഗ്യം പൂർണ്ണമായും ക്ഷയിക്കുകയും 12ാം ദിവസം രാത്രി മുതൽ ശ്മശാനത്തിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു.
ഇതെല്ലാം കണ്ട സരസ്വതിയുടെ സഹോദരനും തേജയും രേഖയും പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നു. 16-ാം ദിവസം ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് തേജയോട് സംസാരിക്കുന്നു. മറ്റൊരു വശത്ത് തേജ സീതാറാമിനെ കണ്ട് സരസ്വതിക്ക് പാതാളക്കുട്ടി പ്രയോഗം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പാതാളക്കുട്ടിയെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നു. അടുത്ത സീനിൽ 16-ാം ദിവസം രാത്രി സരസ്വതി ശ്മശാനത്തിലേക്ക് നടന്നുപോയി ആ മന്ത്രവാദി പൂജ ചെയ്യുന്ന സ്ഥലത്തേക്ക് വരുന്നു. തേജ, വാസു, രേഖ, സരസ്വതിയുടെ സഹോദരൻ എന്നിവർ ദൂരെ നിന്ന് കാണുന്നു. അപ്പോൾ ആ വ്യക്തി സരസ്വതിയോട് പറയുന്നു, നീ എന്റെ മുഖത്ത് തുപ്പിയല്ലേ? ഈ സൗന്ദര്യം കണ്ടിട്ടല്ലേ നിനക്ക് ഇത്ര അഹങ്കാരം? നിന്നെ ബലി നൽകിയ ശേഷം നിന്റെ ശവം കാണാൻ പോലും ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ഭയപ്പെടും എന്ന് പറഞ്ഞ് പൂജ പൂർത്തിയാക്കി രക്തം കലർത്തിയ ഉരുള അവളെ കഴിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ സരസ്വതിയുടെ സഹോദരൻ കത്തിയുമായി അവിടേക്ക് വന്ന് ആ വ്യക്തിയെ വെട്ടാൻ പോകുന്നു. അതോടെ തേജ ഉടൻ തന്നെ മറ്റൊരു കത്തിയുമായി വന്ന് അയാളുടെ തല വെട്ടുന്നു. അങ്ങനെ സരസ്വതി ബോധം വീണ്ടെടുത്ത് സാധാരണ നിലയിലാകുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ 3-ാം ഭാഗമായ ശത്രുവിന്റെ ആഗമനം തുടങ്ങുന്നു. രേഖയുടെ വീടിന് മുന്നിൽ ഒരു സ്വാമിജി വന്ന് ആ വീട് തന്നെ നോക്കി അവിടെയുള്ള രേഖയുടെ മുത്തശ്ശിയോട് പറയുന്നു, എല്ലാ പൗർണമിയിലും രക്തം കുടിക്കുന്ന ഒരു ശക്തി ഈ വീട്ടിൽ കറങ്ങുന്നുണ്ട്. നിന്റെ പേരക്കുട്ടിയുടെ മേൽ മരണം പതിയിരിക്കുന്നു. അവളെ ബലി കൊടുക്കാൻ ദക്ഷിണ ദിശയിൽ നിന്ന് വരുന്നു. പക്ഷേ അവളുടെ രക്തം ഗ്രാമത്തിന് നാശം വരുത്തും. ആ കുട്ടിയെ അവളുടെ അമ്മ തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു പോകുന്നു. ഇതെല്ലാം കേട്ട രേഖയുടെ മുത്തശ്ശിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അന്ന് രാത്രി രേഖ ഉറങ്ങുമ്പോൾ രക്തം വേണം എന്ന ഭയാനകമായ ഒരു ശബ്ദം കേൾക്കുന്നു. അതോടെ രേഖ ഉണർന്ന് കത്തി കൊണ്ട് മുറിവുണ്ടാക്കി ഗ്ലാസ്സിൽ രക്തം പിടിച്ച് ജനലിനരികിൽ വെക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഉണർന്ന് ആ ഗ്ലാസ് നോക്കുമ്പോൾ വീണ്ടും അതിൽ രക്തമില്ലാത്തത് കണ്ട് ഞെട്ടുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ അതേ ഗ്രാമത്തിലേക്ക് ഒരാൾ വന്ന് മരച്ചുവട്ടിലിരിക്കുന്ന ഗ്രാമവാസികളോട് രാജേശ്വരിയെ കുറിച്ച് അന്വേഷിക്കുന്നു. അതിന് ഗ്രാമവാസി പറയുന്നു, അതെ, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് രാജേശ്വരി എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. പക്ഷെ ആരോ അവളെ ക്ഷുദ്രപൂജ ചെയ്ത് കൊന്നു. അയാൾ ചോദിക്കുന്നു, നിങ്ങൾ വിഗതത് സ്വാമിയല്ലേ? 18 വർഷം മുമ്പ് ഗ്രാമത്തിന് പുറത്തുള്ള യെല്ലമ്മഗുഡിയിൽ നിന്ന് പൂജ ചെയ്തിരുന്നില്ലേ? അതിനയാൾ, അതെ, ഞാൻ ദേശസഞ്ചാരം കഴിഞ്ഞ് നമ്മുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുന്നു. പിന്നീട് വിഗതത് അതേ ഗ്രാമത്തിലെ ഒരു സ്ത്രീയോട് രാജേശ്വരിയെ കുറിച്ച് ചോദിക്കുന്നു. അതിന് ആ സ്ത്രീ പറയുന്നു, രാജേശ്വരി ഒരു കുഞ്ഞിന് ജന്മം നൽകി മരിച്ചുപോയി. അവളുടെ പേര് രേഖ. ഇവിടെ കോളേജിൽ പഠിക്കുന്നു. രാജേശ്വരി നിങ്ങൾക്ക് ആരാണ്? അതിന് വിഗതത് ചിരിച്ചുകൊണ്ട് പറയുന്നു, അവളുടെ മകൾക്ക് ഞാൻ മരണമാകും എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ വായും കൈകളും തളർത്തി അവിടുന്ന് നേരെ കോളേജിനടുത്തേക്ക് പോകുന്നു. കോളേജ് വിട്ട ശേഷം രേഖ ആരാണെന്ന് മനസ്സിലാക്കി രേഖ താൻ വെച്ച നാരങ്ങ ചവിട്ടുന്ന രീതിയിൽ ഒരുക്കുന്നു. രേഖ ആ നാരങ്ങ ചവിട്ടി അവിടെയുള്ള വ്യക്തിയെ കണ്ട് ഭയന്നു പോകുന്നു. അടുത്ത സീനിൽ അന്ന് രാത്രി ആ മന്ത്രവാദി രേഖ ചവിട്ടിയ അതേ നാരങ്ങ പൂജയുടെ മധ്യത്തിൽ വെച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിക്കുന്നു. മറ്റൊരു വശത്ത് രേഖ തന്റെ മുറിയിൽ ഉറങ്ങുമ്പോൾ ഒരു ഭയാനകമായ രൂപം രേഖയുടെ അടുത്തേക്ക് വന്ന് അവൻ നിന്നെ വിളിക്കുന്നു, വാ എന്ന് പറഞ്ഞ് രേഖയെ ബലമായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ രേഖ ബാബ തനിക്ക് നൽകിയ മന്ത്രിച്ച ഫലകം പിടിക്കുന്നതോടെ ആ പ്രേതം അപ്രത്യക്ഷമാകുന്നു. അതോടെ രേഖ ഭയന്നു പോകുന്നു. അടുത്ത ദിവസം രാവിലെ രേഖ ബാബയുടെ അടുത്ത് പോയി കോളേജിൽ നടന്നതും രാത്രി വീട്ടിൽ നടന്നതും പറയുന്നു. ഇതെല്ലാം കേട്ട ബാബ രേഖയുടെ നെറ്റിയിൽ കൈവച്ച് ഇതെന്തോ അപകടമാണ്, ഇതിന് പൂജകൾ ചെയ്യണം എന്ന് പറഞ്ഞ് രേഖയെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി പൂജ ചെയ്യുന്നു. അതോടെ മറ്റൊരു വശത്ത് മന്ത്രവാദി ചെയ്യുന്ന പൂജയ്ക്ക് തടസ്സമുണ്ടാകുന്നു. എന്റെ പൂജയെ തടയുകയോ എന്റെ പൂജയെ തടുക്കുകയോ എന്ന് കോപത്തോടെ അയാൾ പറയുന്നു. അന്ന് രാത്രി ബാബ തനിച്ച ഗ്രാമത്തിന് പുറത്തുകൂടി വരുമ്പോൾ ഒരു ഭയാനകമായ സ്ത്രീ പ്രേതം ബാബയെ ആക്രമിച്ച് ക്രൂരമായി കൊല്ലുന്നു. അപ്പോൾ ബാബയുടെ മൃതദേഹത്തിനടുത്തേക്ക് ആരോ വരുന്നു. ആ സ്ത്രീ പ്രേതം അയാളോട് പറയുന്നു, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, തൃപ്തിയായോ? ഇനി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അപ്രത്യക്ഷമാകുന്നു. അടുത്ത ദിവസം രാവിലെ ഈ വിവരം അറിഞ്ഞ തേജ രേഖയെ സഹായിക്കുന്നത് കൊണ്ടാകാം ബാബയെ കൊന്നതെന്ന് കരുതി ഉടൻ തന്നെ രേഖയുടെ അടുത്തേക്ക് പോകുന്നു. രേഖ തേജയോട് പറയുന്നു, എനിക്ക് വളരെ ഭയമാണ് തേജ, ബാബയെ അവൻ തന്നെ കൊന്നിട്ടുണ്ടാകും. അന്ന് ഞാൻ കോളേജിനടുത്ത് നാരങ്ങ ചവിട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ വ്യക്തിയുടെ പേര് വിഗതത്. വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും നമ്മുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അവൻ അമ്മയുടെ പൂജാരിയായി തോന്നുമെങ്കിലും ഇരുട്ടായാൽ ക്ഷുദ്രപൂജകൾ ചെയ്യും. ആ വിഗതത്തിനെ നേരിടാൻ ബാബ ഒരുപാട് ശ്രമിച്ചു. അവസാനം തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഭയപ്പെടുന്നു. തേജ രേഖയ്ക്ക് ധൈര്യം നൽകുന്നു. പിന്നീട് നന്നായി ആലോചിച്ച ശേഷം തേജ സീതാറാമിന്റെ അടുത്ത് പോയി എല്ലാം പറഞ്ഞ് അവളെ രക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു. അതിന് സീതാറാം പറയുന്നു, നാളെ രാവിലെ നീ ദേവിപുരത്ത് പോയി അവിടുത്തെ അമ്മയുടെ അമ്പലത്തിലെ പൂജാരിയായ ചണ്ഡി സ്വാമിയെ കണ്ട് കാര്യം പറയൂ. അദ്ദേഹം നിന്നെ സഹായിക്കും. ഇവിടെ ഞാനും രേഖയ്ക്കായി പൂജകൾ ചെയ്യാം. അന്ന് രാത്രി രേഖ ഉറക്കത്തിൽ നടന്ന് ഗ്രാമത്തിന്റെ അറ്റം വരെ പോകുന്നു.
അവൾക്ക് ബോധം വരുമ്പോൾ അവിടെ നിൽക്കുന്ന തേജയുടെ അമ്മ പ്രേതമായി വന്ന് അപ്രത്യക്ഷമാകുന്നു. രേഖയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. മറ്റൊരു വശത്ത് തേജ സീതാറാമിനോട് ചോദിക്കുന്നു, അന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ മേൽ വശീകരണം ചെയ്തു എന്ന് പറഞ്ഞല്ലോ, പിന്നീട് എന്തുണ്ടായി? അതിന് സീതാറാം നടന്നത് പറയുന്നു. ഞാൻ അവൾക്ക് ചേർന്നവനല്ലെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ മേൽ അവൾക്കും ആ ഉദ്ദേശമില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അവൾക്ക് മറ്റൊരാളുമായി കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞാൻ അവളുടെ മേൽ വശീകരണം ചെയ്തു. പക്ഷെ ആ പെൺകുട്ടി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ എന്റെ നല്ല സുഹൃത്താണ്, സുഹൃത്തിനെ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ നിന്നെ കല്യാണം കഴിച്ച് എന്റെ അച്ഛനമ്മമാരെ വേദനിപ്പിക്കാൻ എനിക്കിഷ്ടമില്ല. അതൊന്ന് മനസ്സിലാക്കണമെന്ന്. ഇനി മേലാൽ ഈ ക്ഷുദ്രപൂജകൾ ചെയ്യരുത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ മുന്നിൽ വരരുത് എന്ന് വാക്ക് വാങ്ങിപ്പോയി. അങ്ങനെ നടന്നത് തേജയോട് പറയുന്നു. അടുത്ത ദിവസം രാവിലെ തേജ ദേവിപുരത്ത് പോയി ചണ്ഡി സ്വാമിയെ കണ്ട്, രേഖ എന്റെ ജീവനാണ് സ്വാമി എന്ന് പറഞ്ഞ് നടന്നതെല്ലാം പറഞ്ഞ് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിന് സ്വാമി എനിക്ക് കഴിയുന്നത്ര ശ്രമിക്കാം എന്ന് പറഞ്ഞ് പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നുണ്ട്. മറ്റൊരു വശത്ത് വിഗതിത് രേഖയെ കൊല്ലാൻ മന്ത്രവാദം പ്രയോഗിച്ച് രേഖയെ കൊല്ലാൻ പോകുമ്പോൾ അതേസമയം ചണ്ഡി സ്വാമി അമ്മയുടെ പൂജ ചെയ്ത വിഗതിത്തിന്റെ മന്ത്രവാദത്തിന് തടസ്സമുണ്ടാക്കുന്നു. അതോടെ രേഖ രക്ഷപ്പെടുന്നു. തന്റെ പ്രയോഗത്തിന് വീണ്ടും തടസ്സമുണ്ടായതിന് വിഗതിത് കോപിക്കുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ 4ാം ഭാഗമായ മുകുളോ മഹങ്കാളി തുടങ്ങുന്നു. തേജ രേഖയുടെ അടുത്തേക്ക് വന്ന് പറയുന്നു, എനിക്ക് ചില സംശയങ്ങളുണ്ട്, അതിന്റെ സത്യം നീ പറയണം. സരസ്വതിയുടെ മേൽ നടന്ന ക്ഷുദ്രപ്രയോഗത്തിന് ബാബ പ്രതിവിധി നിന്നോട് പറഞ്ഞു എന്ന് നീ പറഞ്ഞു. പക്ഷെ ഞാൻ ബാബയോട് ഇതേ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞു. എപ്പോഴാണോ ബാബയുടെ മരണത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായത്, വിഗതത്തിന്റെ മേൽ സംശയം തോന്നി അവനെ കണ്ട് എന്തിനാണ് ബാബയെ കൊന്നതെന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞു, ബാബ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വേണ്ടത് രേഖയെയാണ്. അവളുടെ മരണം എന്റെ കൈകളിലാണ്, പോയി അവളെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ചണ്ഡി സ്വാമിയെ കണ്ട് നിനക്കായി പൂജ ചെയ്യിച്ചപ്പോൾ സ്വാമി എന്നോട് പറഞ്ഞു, രേഖയുടെ പ്രശ്നം തീർന്നു. പക്ഷെ ഇത് നമ്മുടെ പൂജ കൊണ്ടല്ല. രേഖയുടെ മേൽ നടന്ന ക്ഷുദ്രപ്രയോഗത്തിന് മറ്റാരോ ക്ഷുദ്രപൂജ കൊണ്ട് തന്നെ പ്രതിവിധി ചെയ്തിരിക്കുന്നു. ആ ക്ഷുദ്രപ്രയോഗത്തിന്റെ ഫലമാണ് ഇപ്പോൾ രേഖ അനുഭവിക്കുന്നത്. ഇതിനെ ക്ഷുദ്രം കൊണ്ട് മാത്രമേ പ്രതിവിധി ചെയ്യാൻ കഴിയൂ. അതിനാൽ ക്ഷുദ്രത്തെ ക്ഷുദ്രം കൊണ്ട് തന്നെ പ്രതിവിധി ചെയ്ത് വിമുക്തി നൽകണം എന്ന് പറഞ്ഞു. അപ്പോൾ നിനക്കായി ആ പ്രതിവിധി താന്ത്രിക പൂജകൾ ചെയ്യുന്നത് ആരാണെന്നറിയാൻ എല്ലാ ദിവസവും ഗ്രാമം മുഴുവൻ ഞാൻ നിരീക്ഷിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നീയാണ് എല്ലാ രാത്രിയും ഉറക്കത്തിൽ നടന്ന് ശ്മശാനത്തിൽ പോയി ക്ഷുദ്രപൂജകൾ ചെയ്യുന്നതെന്ന്. ഇപ്പോഴെങ്കിലും സത്യം എന്താണെന്ന് പറയാമോ? അതിന് രേഖ പറയുന്നു, നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം നിനക്ക് എന്റെ അമ്മയുടെ കഥ അറിയണം എന്ന് പറഞ്ഞ് നടന്നത് പറയാൻ തുടങ്ങുന്നു. സിനിമയുടെ കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. രേഖയുടെ അമ്മയുടെ പേര് രാജേശ്വരി. അമ്മയുടെ അനുഗ്രഹം കിട്ടിയ പെൺകുട്ടിയായി രാജേശ്വരി ഗ്രാമത്തിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. രാജേശ്വരിക്ക് ദേവി വരുമ്പോൾ ഗ്രാമവാസികൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹാരം കാണുമായിരുന്നു. അതേ ഗ്രാമത്തിലെ രാജേന്ദ്ര രാജേശ്വരിയെ കണ്ടിഷ്ടപ്പെട്ട് ദരിദ്രനാണെങ്കിലും അവളെ വിവാഹം കഴിക്കുന്നു. ആദ്യ രാത്രിയിൽ രാജേന്ദ്രന്റെ യഥാർത്ഥ രൂപം രാജേശ്വരിക്ക് മനസ്സിലാകുന്നു. യഥാർത്ഥത്തിൽ രാജേന്ദ്രന് പുരുഷത്വമില്ലായിരുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ഭക്തിയിലും പൂജയിലും മുഴുകി ജീവിക്കുന്ന പാവപ്പെട്ട രാജേശ്വരിയെ വിവാഹം കഴിച്ചത്. കാരണം അവൾ ആരോടും ഒന്നും പറയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. അതേ കാര്യം രാജേശ്വരിയോട് പറഞ്ഞപ്പോൾ അവൾ വിവാഹം കഴിഞ്ഞതുകൊണ്ട് ശാരീരികമായി സന്തോഷമില്ലെങ്കിലും മാനസികമായി ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാമെന്ന് കരുതുന്നു. എന്നാൽ രാജേന്ദ്രൻ എല്ലാ ദിവസവും രാജേശ്വരിയെ മാനസികമായി ഉപദ്രവിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോകുന്നു. ഇതിനിടയിൽ വിഗതത്തിന്റെ കണ്ണ് രാജേശ്വരിയുടെ മേൽ പതിയുന്നു. അയാൾ ഒരു പദ്ധതിയിട്ട് പതുക്കി രാജേശ്വരിയുടെ ഭർത്താവ് രാജേന്ദ്രനുമായി അടുക്കുന്നു. അങ്ങനെ അവർ അടുത്ത സുഹൃത്തുക്കളായ ശേഷം ഒരു ദിവസം വിഗതിത് രാജേന്ദ്രനോട് പറയുന്നു, ഇങ്ങനെ എത്ര നാൾ ജീവിക്കും? നിന്റെ ഭാര്യ ഗർഭിണിയായില്ലെങ്കിൽ ഗ്രാമത്തിലുള്ളവർക്ക് നിന്റെ സത്യം മനസ്സിലാകില്ലേ? അതിന് രാജേന്ദ്രൻ പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ അവളെ എല്ലാ ദിവസവും പീഡിപ്പിക്കുന്നത്. താമസിയാതെ എന്റെ പീഡനം സഹിക്ക വയ്യാതെ അവൾ തനിയെ മരിക്കും. അതിന് വിഗതിത് പറയുന്നു, അവൾ മരിച്ചാലും അത് നിനക്ക് ചീത്ത പേരുണ്ടാക്കും. ഇതിന് എന്റെ കയ്യിൽ ഒരു പദ്ധതിയുണ്ട്. ക്ഷുദ്രപൂജയിലൂടെ അവളെ കൊല്ലാം. ആ ആശയം രാജേന്ദ്രൻ ഇഷ്ടപ്പെട്ട് വിഗതിതുമായി കൈകോർത്ത് രാജേശ്വരിയുടെ മേൽ ക്ഷുദ്രപൂജയ്ക്കായി വിഗതിത് പറയുന്നതെല്ലാം രാജേന്ദ്രൻ ചെയ്യുന്നു. അങ്ങനെ രാജേശ്വരിക്ക് എല്ലാ ദിവസവും രക്തം കലർത്തിയ ചോറ് നൽകുന്നു. അങ്ങനെ ക്ഷുദ്രപൂജയുടെ അവസാന ദിവസം രാജേശ്വരിയെ മണവാട്ടിയെ പോലെ അണിയിച്ചൊരുക്കി വിഗതിത് ചെയ്യുന്ന പൂജയുടെ അടുത്ത് വിട്ട് രാജേന്ദ്രൻ തിരികെ പോകുന്നു. വിഗതിത് രാജേശ്വരിയെ പൂജയിലിരുത്തി പ്രയോഗം ആരംഭിക്കുന്നു. രേഖ തേജയോട് പറയുന്നു, വിഗതിത് എന്റെ അമ്മയുടെ മേൽ ചെയ്ത പ്രയോഗം എന്താണെന്നറിയാമോ? വജ്രോളി രതി. ഇത് നിത്യ യൗവനത്തിനായി ചില താന്ത്രികർ ചെയ്യുന്ന പ്രയോഗമാണ്.
അതേ പ്രയോഗം വിഗതിത് എന്റെ അമ്മയുടെ മേൽ ചെയ്തു. എന്റെ അമ്മയുടെ ജനന സമയം, ശരീര ലക്ഷണങ്ങൾ, ദേവി വരുന്ന സ്വഭാവം എന്നിവയെല്ലാം വിഗതിത്തിനെ ആകർഷിച്ചു. അതുകൊണ്ടാണ് എന്റെ അമ്മയെ തിരഞ്ഞെടുത്തത്. ഈ വജ്രോളി രതിയിലൂടെ എന്റെ അമ്മയുടെ യൗവനവും തേജസ്സും എല്ലാം തട്ടിയെടുത്ത് പിന്നീട് അവളെ ബലി നൽകി അതിലൂടെ കൂടുതൽ ശക്തികൾ നേടാനായിരുന്നു അവന്റെ ലക്ഷ്യം. എന്നാൽ ക്രിയ ചെയ്യുമ്പോൾ അമ്മയുമായി സംഗമിക്കുമ്പോൾ വിഗതത്തിന്റെ മനോനിഗ്രഹം ദുർബലമായി. അന്ന് രാത്രി അവന്റെ മനസ്സ് ചഞ്ചലമായി. അപ്രതീക്ഷിതമായ ക്ഷണം കൊണ്ട് അവന് നിഗ്രഹം നഷ്ടപ്പെട്ടു. അതോടെ അത് പൂജയല്ലാതെ സാധാരണ സംയോഗമായി മാറി ക്രിയ ഭംഗമായി. അങ്ങനെ നടന്ന ക്രൂരത അമ്മ മറക്കാൻ ശ്രമിച്ചെങ്കിലും ആ ക്രിയ കാരണം ക്ഷുദ്രശക്തികൾ അവളെ നിഴൽ പോലെ പിന്തുടർന്നു. അതോടെ ഭർത്താവ് ചെയ്ത ചതിയും വിഗതിത് ചെയ്ത ക്രൂരതയും ക്ഷുദ്രശക്തികൾ പിന്തുടരുന്നതും സഹിക്കവയ്യാതെ അവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അപ്പോഴാണ് താൻ ഗർഭിണിയാണെന്നും തന്റെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞ് വിഗതിത് ചെയ്ത ക്രിയ കാരണം ഉണ്ടായതാണെന്നും മനസ്സിലാക്കിയത്. അങ്ങനെ 9 മാസക്കാലം എനിക്കായി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് എന്നെ പ്രസവിച്ച് അവർ മരണമടഞ്ഞു. അങ്ങനെ ക്ഷുദ്രശക്തികൾ കാരണം ജനിച്ച് എനിക്ക് ആത്മാക്കളെ കാണാനും അവരോട് സംസാരിക്കാനും കഴിയും. ഞാൻ പ്രേതങ്ങളെ ഭയപ്പെടാറില്ല. ഇനി നിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാം. സരസ്വതിയുടെ മേൽ ചെയ്ത ക്ഷുദ്രപൂജയ്ക്ക് പ്രതിവിധി പറഞ്ഞത് ഞാനാണ്. ആ ബാബയെ കൊന്നതും ഞാനാണ്. കാരണം അന്ന് കോളേജിനടുത്ത് നാരങ്ങ ചവിട്ടി എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോൾ അത് വളരെ അപകടകരമാണെന്നും അതിന് പ്രത്യേക പൂജകൾ ചെയ്യണമെന്നും പറഞ്ഞ് എന്നോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു. മാത്രമല്ല തന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ പെൺകുട്ടികളെയും പൂജയുടെ പേരിൽ ഇങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് മനസ്സിലായപ്പോൾ ആദ്യമായി എന്റെ ക്ഷുദ്രശക്തികൾ ഉപയോഗിച്ച് അന്ന് രാത്രി അയാളെ ഞാൻ കൊന്നു. ഞാൻ ചെയ്തത് തെറ്റാണോ? വിഗതിത് എന്നെ തേടി വരുമെന്ന് എന്റെ അമ്മയ്ക്ക് എന്നെ പ്രസവിച്ചപ്പോഴേ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആത്മാവായി മാറി അവനെ നേരിടാൻ എന്നെ സജ്ജമാക്കിയത്. ആ ശ്രമത്തിന്റെ ഭാഗമായാണ് ഞാൻ ഉറക്കത്തിൽ നടന്ന് ശ്മശാനത്തിൽ പോയി പൂജകൾ ചെയ്യുന്നത്. എന്റെ അമ്മയ്ക്ക് എന്നോട് എത്രമാത്രം ഇഷ്ടമാണെന്നാൽ മരിച്ച ശേഷവും എനിക്ക് വഴികാട്ടിയായി എന്റെ കൂടെയുണ്ട്. ഇതെല്ലാം കേട്ട് തേജയും ആശ്ചര്യപ്പെടുന്നു. നിന്നോട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എല്ലാ പൗർണമിയിലും എന്റെ ശക്തികൾ ദുർബലമാകും. അപ്പോൾ ഞാൻ രക്തം കുടിച്ചാൽ മാത്രമേ എനിക്ക് മനുഷ്യനാകാൻ കഴിയൂ. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത് എന്നെയാണ്. അങ്ങനെ ഒരു പൗർണമി ദിവസം ഞാൻ ഒരു മൃഗത്തെ കൊന്ന് രക്തം കുടിക്കുമ്പോൾ റോഡരികിൽ ഉണ്ടായിരുന്ന നിന്റെ അമ്മ എന്നെ കണ്ട് ഭയന്നോടാൻ ശ്രമിച്ചപ്പോൾ ഒരു ലോറി ഇടിച്ച് മരിച്ചു. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അതുകൊണ്ടാണ് അന്നു മുതൽ എല്ലാ പൗർണമിയിലും ആരെയും കൊല്ലരുതെന്ന് കരുതി എന്റെ രക്തം തന്നെ ഞാൻ കുടിക്കുന്നത്. ഇത് കേട്ട് തേജ തന്റെ അമ്മയുടെ മരണത്തിന് രേഖ കാരണമാണെന്ന് കരുതി വളരെ വിഷമിക്കുന്നു. രേഖ തേജയോട് പറയുന്നു, എന്റെ അമ്മയുടെ സ്നേഹവും നിന്റെ സ്നേഹവും മാത്രമാണ് ക്ഷുദ്രശക്തിയായി ജനിച്ച് എന്നെ നല്ലവളാക്കിയത്. ഈ ഒരു തെറ്റിനെ എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്നുണ്ട്. തേജ വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ തേജ സീതാറാമിന്റെ അടുത്ത് പോയി പറയുന്നു, നിങ്ങൾ സ്നേഹിച്ചത് രേഖയുടെ അമ്മ രാജേശ്വരിയെയാണല്ലേ? എനിക്കിതെങ്ങനെ മനസ്സിലായി എന്നാൽ ഒരു ദിവസം രാത്രി രേഖ ശ്മശാനത്തിൽ ചെയ്യുന്ന പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ ഒരു മരത്തിനടുത്ത് നിങ്ങൾ വെക്കുന്നത് ഞാൻ കണ്ടു. പിന്നീട് അത് രേഖ എടുക്കുന്നതും കണ്ടു. അതിന് സീതാറാം പറയുന്നു, എന്റെ മുഖം അവൾ കാണിക്കരുതെന്ന് അവൾ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവൾ മരിച്ച ശേഷവും അവളുടെ മകളെ ഞാൻ സഹായിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ദിവസം വിഗതിത് ശ്മശാനത്തിൽ എന്തോ പൂജ ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷെ അത് രാജേശ്വരിയുടെ മേലാണെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വിഗതിതിനോടുള്ള ദേഷ്യം കാരണം അവൻ കുടിക്കുന്ന മദ്യത്തിൽ കഞ്ചാവ് കലർത്തി ആ ക്രിയ നശിപ്പിച്ച് ഞാൻ നല്ലത് ചെയ്തു. പക്ഷെ രാജേശ്വരിയെ എനിക്ക് നഷ്ടപ്പെട്ടു. സീൻ കട്ട് ചെയ്യുമ്പോൾ 6ാം ഭാഗമായ ചിന്ന മസ്താദേവി തുടങ്ങുന്നു. ഗ്രാമത്തിൽ തുടർച്ചയായി ചെറിയ കുട്ടികൾ പ്രേതം വിളിക്കുന്നുവെന്ന് ഭയന്ന് മരിക്കാൻ തുടങ്ങുന്നു. വിഗതിത് ഇതിന് കാരണം ക്ഷുദ്രപൂജകൾ നടന്ന രാജേശ്വരിക്ക് ജനിച്ച രേഖയാണെന്നും അവൾക്ക് ക്ഷുദ്രശക്തികൾ ഉണ്ടെന്നും അവളാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും ഗ്രാമവാസികളെ വിശ്വസിപ്പിച്ച് രേഖയെ ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ഒരു മരത്തിൽ കെട്ടിയിടുന്നു. നാളെ രാവിലെ അവൾ ജീവനോടെ ഉണ്ടെങ്കിൽ സാധാരണ മനുഷ്യനാണെന്നും മരിച്ചാൽ ക്ഷുദ്രശക്തികൾ ഉള്ളവളാണെന്നും രാത്രി ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ രക്തം ഛർദ്ദിച്ച് മരിക്കുമെന്നും ഗ്രാമവാസികളോട് പറഞ്ഞ് അവരെയെല്ലാം അവിടുന്ന് കൊണ്ടുപോകുന്നു. അന്ന് രാത്രി വിഗതിത് അവിടേക്ക് വന്ന് രേഖയോട് പറയുന്നു, പൗർണമി ദിവസം രാത്രി രക്തം കുടിച്ചില്ലെങ്കിൽ നീ ദുർബലയാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പൗർണമി ദിവസം തന്നെ നിന്നെ ബലി നൽകാൻ ഞാൻ പദ്ധതിയിട്ടത്. നിന്റെ അമ്മയെ ബലി നൽകുമെന്ന് എന്റെ സങ്കല്പം നടന്നില്ല. ആ ക്ഷുദ്രദേവത നിന്റെ അമ്മയുടെ രക്തത്തിനായി ഇപ്പോഴും കാത്തിരിക്കുന്നു. നീ രാജേശ്വരിയുടെ രക്തമായതുകൊണ്ട് ജന്മനാ ശക്തികൾ നേടി. നിന്നെ പോലുള്ള ഒരാളെ ബലി നൽകിയാൽ ഞാൻ അജയനായ താന്ത്രികനാകും. അങ്ങനെ വിഗതിത് രേഖയെ ബലി നൽകാനായി പൂജ തുടങ്ങി രേഖയെ പീഡിപ്പിക്കുന്നു. അപ്പോൾ രേഖയെ രക്ഷിക്കാൻ തേജ അവിടേക്ക് വന്ന് രേഖയുടെ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നു. അത് ശ്രദ്ധിച്ച് വിഗതിത് തേജയുടെ 2 കൈകളും പ്രവർത്തിക്കാതെയാക്കി പൂജ തുടരുന്നു.
രേഖയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതിയ തേജ അവിടെയുള്ള കാളികാദേവിയുടെ വിഗ്രഹം കണ്ട് തന്റെ നാവ് കടിച്ച് ആ രക്തം രേഖയുടെ മുഖത്ത് വീഴ്ത്തുന്നു. അതോടെ രേഖയ്ക്ക് അമ്മയുടെ ശക്തികൾ വന്ന് വിഗതത്തിന്റെ മേൽ ആഞ്ഞടിക്കുന്നു. വിഗതത്തിന് രേഖയെ ഒന്നും ചെയ്യാൻ കഴിയാതെ തേജയെ കൊല്ലാൻ തന്റെ ശരീരം മുഴുവൻ പ്രവർത്തിക്കാതെയാക്കുന്ന സ്തംഭന മന്ത്രം പ്രയോഗിക്കുന്നു. അത് കണ്ട് രേഖ തേജയെ ഒന്നും ചെയ്യരുതെന്ന് യാചിക്കുന്നു. അതോടെ വിഗതിത് പറയുന്നു, എന്നേക്കാൾ ശക്തിയുള്ളവളാണ് നീ, പക്ഷെ ഇപ്പോൾ എന്റെ കൈകളിൽ ബലിയാകാൻ പോകുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങൾക്കിടയിലുള്ള സ്നേഹം നിങ്ങളെ ദുർബലരാക്കുന്നു. രാജേശ്വരി, നിന്റെ മകൾക്ക് ക്ഷുദ്രപൂജകളോടൊപ്പം ക്രൂരതയും പഠിപ്പിക്കേണ്ടതായിരുന്നു എന്ന് ചിരിച്ചുകൊണ്ട് രേഖയെ ബലി നൽകാനായി പൂജ തുടരുന്നു. അപ്പോൾ രാജേശ്വരിയുടെ ആത്മാവ് തേജയോട് പറയുന്നു, എന്നെ നിനക്ക് കാണാൻ കഴിയില്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. നിനക്ക് വായ തുറക്കാൻ കഴിയില്ല, പക്ഷെ നിന്റെ മനസ്സിൽ ഗായത്രി മന്ത്രം ജപിക്കൂ. പൂർണ്ണ മനസ്സോടെ ആ അമ്മയെ ശരണം തേടൂ. അവിടെ സീതാറാമും ചണ്ഡി സ്വാമിയും രേഖയ്ക്കായി ഗായത്രി ദേവിയെ പൂജിക്കുന്നുണ്ട്. നിന്റെ ഇടത് കൈക്ക് ഒരു അടി ദൂരത്തിൽ ഭൂമിയിൽ ശ്രീചക്രം വരച്ച ഒരു ദണ്ഡമുണ്ട്. അതെടുത്ത് വിഗതിത് മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പല്ല് കൊഴിയുന്ന രീതിയിൽ അവന്റെ മുഖത്ത് ആ ദണ്ഡ് കൊണ്ട് അടിക്കൂ. എപ്പോഴാണോ പൂജയിൽ താന്ത്രികൻ തന്റെ രക്തം കാണുന്നത്, അല്ലെങ്കിൽ ആ മന്ത്രം വ്യക്തമായി ജപിക്കാൻ കഴിയാതെ വരുന്നത്, അപ്പോൾ ആ പൂജ ഭംഗമാകും. തേജ അതുപോലെ ചെയ്യുന്നു. അതോടെ ആ പൂജ ഭംഗമാകുകയും വിഗതത്തിന്റെ ശക്തികൾ തന്നെ അവനെ ക്രൂരമായി തിന്നുകയും ചെയ്യുന്നു. രേഖ വിഗതത്തിന്റെ ശവം കണ്ടു പറയുന്നു, സ്നേഹം ദുർബലമാകുകയല്ല, സ്നേഹമാണ് ബലം. സീൻ കട്ട് ചെയ്യുമ്പോൾ തേജയും രേഖയും ചണ്ഡി സ്വാമിയെ കാണുന്നു. രേഖ സ്വാമിയോട് പറയുന്നു, എനിക്ക് ഈ രക്തം കുടിക്കുന്നതും ക്ഷുദ്രപൂജകളും ഒന്നും വേണ്ട. ഇതിൽ നിന്നൊരു മോചനമുണ്ടോ? അതിന് ചണ്ഡി സ്വാമി പറയുന്നു, ജഗത്താത്മാവ് നിനക്ക് ശക്തികൾ നൽകിയത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനാണ്. അത് സമയത്തിനനുസരിച്ച് വിഗതത്തിനെ പോലുള്ളവരെ സംഹരിക്കാൻ ഉപകരിക്കും. നിന്റെ രക്തം നീ കുടിക്കുന്നത് തെറ്റല്ല. ദശമഹാവിദ്യകൾ ആദിപരാശക്തിയുടെ അംശങ്ങളാണ്. ഈ ദശമഹാവിദ്യകളിൽ 6ാമത്തെ ശക്തി സ്വരൂപമാണ് ചിന്നമസ്താദേവി. എല്ലാവരിലും വെച്ച് ഇവളുടേത് മഹോഗ്ര രൂപമാണ്. അവൾ തന്റെ ശിരസ് സ്വയം ഛേദിച്ച് തന്റെ രക്തം താൻ തന്നെ കുടിക്കുക മാത്രമല്ല 2 പരിചാരകർക്കും ഡാക്കിനി, വർണ്ണിനി എന്നിവർക്കും നൽകുന്നു. അതുകൊണ്ട് നിന്റെ രക്തം നീ കുടിക്കുന്നതിൽ ഒരു ദോഷവുമില്ല എന്ന് പറയുന്നു. അവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.